വാർത്തകളിലേക്ക് പോയാലേ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് CPI. ഈ വിഷയം ചർച്ച ചെയ്യാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നിപ്പോൾ ചേരുന്നുണ്ട്. ഉപനേതൃ പദവിയിൽ CPIക്ക് അർഹതയുണ്ടെന്നും CPIMന്റെ കടുംപിടുത്തത്തിന് വഴങ്ങേണ്ടതില്ല എന്നും സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകും. ഇനി പിന്നോട്ട് പോയാൽ അത് ഒരു കീഴടങ്ങലാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അർജുൻ രാജ് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടക്കം സംസാരിച്ച് പരസ്യ നിലപാട് സ്വീകരിച്ചതാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അതിൽ നിന്നും ഒരു പിന്നോട്ട് പോക്ക് ഇനിയിപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഒരു നാണക്കേട് പോലെ തന്നെ ആയിരിക്കും. ഈ വിഷയം CPMനെയും അറിയിച്ചിരുന്നു. എന്നാൽ പാർട്ടി രൂപീകരിക്കപ്പെട്ട കാലം മുതലേ ഇത് CPMന് അർഹതപ്പെട്ടതാണെന്നും അതാണ് കീഴ്വഴക്കമെന്നും പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. അതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് CPIയും സ്വീകരിക്കുന്നു. PM ശ്രീ വിഷയത്തിനു ശേഷം CPI നേരിട്ടുള്ള ഒരു ഫൈറ്റ് നമ്മൾ കാണുന്നത് ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് നടക്കുന്നു CPIയുടെ. എന്ത് പ്രതീക്ഷിക്കണം അർജുൻ? ഒരു കടുത്ത തീരുമാനത്തിലേക്കൊക്കെ പാർട്ടി പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് ഈ ഘട്ടത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ? സേതു, ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാനാകില്ല എന്നുള്ളതാണ് ഇന്നലത്തെ ഉഭയകക്ഷി ചർച്ചയിൽ CPIM നിലപാടെടുത്തത്. കീഴ്വഴക്കം പറഞ്ഞുകൊണ്ടായിരുന്നു MV ഗോവിന്ദന്റെ ആ നിലപാട്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഇത്തവണ എന്തായാലും വേണം എന്നുള്ള ആവശ്യം CPI ആവർത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്നലത്തെ ആ ചർച്ച പരാജയപ്പെടുകയും ചെയ്തു. ഇനി എന്ത് തീരുമാനം എടുക്കണം എന്ന് ചർച്ച ചെയ്യാൻ കൂടിയാണ് CPIയുടെ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നത്. പ്രധാനപ്പെട്ട അജണ്ട പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിച്ചിട്ടില്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇടതുമുന്നണിയിൽ ഈ വിഷയം കൊണ്ടുവരാൻ CPI ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പക്ഷേ LDF കൺവീനർക്ക് കത്ത് നൽകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ മുൻകാലങ്ങളിലേതുപോലെയല്ല ഇത്തവണ CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് എന്തായാലും അർഹതയുണ്ട് എന്നാണ് CPIയുടെ പൊതുവെയുള്ള വിലയിരുത്തൽ. CPIMനും 1/3 അംഗങ്ങളെയാണ് ഏതാണ്ട് ജയിപ്പിക്കാൻ കഴിഞ്ഞത്. സമാനമായിട്ടാണ് CPIയുടെയും അംഗബലം. അതായത് 25ഓളം പേർ മത്സരിക്കുകയും അതിൽ 8 പേർ നിയമസഭയിലേക്ക് എത്തുകയും ചെയ്തു. 3-ൽ ഒരാൾ എന്ന നിലയിലേക്ക് കാണുകയാണെങ്കിൽ CPMന് പോലെ തന്നെയാണ് CPIയുടെയും വിജയം ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കീഴ്വഴക്കങ്ങളല്ല ഇവിടെ പാലിക്കപ്പെടേണ്ടത്, അർഹതയാണ് മാനദണ്ഡമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPI ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. CPM പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കീഴ്വഴക്കമാണ് CPIMന്റെ ആയുധം. ഏതായാലും ഇക്കാര്യത്തിൽ എന്ത് തുടർ നിലപാടെടുക്കണം എന്നുള്ളതാണ് CPIയുടെ സെക്രട്ടേറിയറ്റ് ഇന്ന് ആലോചിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് CPI പൊതുവെ എത്തിയിട്ടുണ്ട്. PM നിലപാടിലൊക്കെ സ്വീകരിച്ചതുപോലെ കടുത്ത നിലപാട് തന്നെ ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഉയർന്നിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള തീരുമാനത്തിലേക്ക് ഇന്ന് CPI എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒന്നെങ്കിൽ അത് ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നുള്ള ആലോചനയിലേക്ക് പാർട്ടി പോകും. അതല്ലെങ്കിൽ ഒരു സഭയിലടക്കം ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ബ്ലോക്കായി നിന്നുകൊണ്ടൊക്കെ പ്രതിഷേധിക്കണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആലോചനയിലുണ്ട് CPIയുടെ. CPM കടുംപിടുത്തം തുടരുകയാണെങ്കിൽ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള നിലപാട് തുടർന്ന് സ്വീകരിക്കണം എന്ന നിലപാടിലേക്ക് CPI പോകാൻ തന്നെയാണ് സാധ്യത. ഓക്കെ അർജുൻ, ശരി. അപ്പം പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ട് ഉപനേതാവ് സ്ഥാനത്തിൽ നിലവിൽ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPI. ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് പാർട്ടി പോകുമോ, അതെന്തായിരിക്കും എന്നുള്ളതും നമുക്ക് കാത്തിരുന്നറിയാം.